ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിനെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ വീണ്ടും അടുത്ത മാസം 3 സമ്മേളിക്കും. ലോക റേഡിയോ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാനുള്ള ശക്തമായ മാധ്യമമാണ് റേഡിയോ എന്ന് പ്രധാനമന്ത്രി. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും. മുന്നേറ്റം തുടർന്ന് സർവീസസ്. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയിലെ ഉന്നത നേതാക്കൾ, വ്യവസായികൾ എന്നിവരുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായ ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണിത്. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയാണ് ശ്രീ മോദി അമേരിക്കയിലെത്തിയത്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് വാഷിംഗ്ടൺ DC-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി രഹസ്യാന്വേഷണ സഹകരണം വർദ്ധിപ്പിക്കൽ, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വികസനം സംബന്ധിച്ച കാഴ്ചപ്പാടുകളും ഇരുവരും കൈമാറി. 2024 വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിനെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. സംയുക്ത സമിതി റിപ്പോർട്ട് ഇന്ന് സഭയിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് പ്രതിപക്ഷ പ്രതിഷേധം. റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചുകഴിഞ്ഞാൽ അംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞെങ്കിലും ബഹളം തുടർന്നതോടെ ഉച്ചയ്ക്ക് 2 മണിവരെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. പുതിയ ആദായ നികുതി ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം പ്രതിപക്ഷ ബഹളത്തിനിടെ വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത സമിതി റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു. ഇന്ന് രാവിലെ സഭ ചേർന്നപ്പോൾ BJP MP മേധാ വിശ്രാം കുൽക്കർണിയാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സഭയിൽ അവതരിപ്പിച്ചത്. വനാതിർത്തികളിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യജീവന സംരക്ഷണം ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. കേരളത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിലും കടൽ തീരത്ത് മണൽ ഖനനത്തിന് അനുമതി നൽകിയ തീരുമാനത്തിനെതിരെയുമാണ് MPമാർ പ്രതിഷേധിച്ചത്. ലോക റേഡിയോ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെമ്പാടുമുള്ള ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും റേഡിയോ വഹിക്കുന്ന പങ്ക് വലുതാണ്. സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാനുള്ള ശക്തമായ മാധ്യമമായി റേഡിയോ നിലകൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. റേഡിയോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ റേഡിയോ ദിന പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം റിക്രിയേഷൻ ക്ലബ് പൂജപ്പുര ശ്രീ ചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് ശ്രോതാക്കളുടെ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടുത്ത മാസം 3 സഭ വീണ്ടും സമ്മേളിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പദ്ധതികൾ വെട്ടിക്കുറച്ച സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ വോക്കൌട്ട് പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചാണ് ബഹളം തുടങ്ങിയത്. ബഹളത്തിനിടെ സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. തുടർന്ന് പ്രതിപക്ഷ മുദ്രാവാക്യം വിളിച്ച് സഭയുടെ നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. ഇതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. AP അനിൽകുമാറാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കിയത് ക്ഷേമ പദ്ധതികളെ ഗൌരവമായി ബാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഭരണഘടനാപരമായ ബാധ്യതയാണ് SC വിഭാഗത്തിന് 10%, ST വിഭാഗത്തിന് 2% അലോക്കേഷൻ കൊടുക്കാമെന്ന്. ഇങ്ങനെ നൽകിയ പ്ലാനിൽ നൽകിയ അലോക്കേഷൻ ഗണ്യമായി വെട്ടിച്ചുരുക്കിയത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പാർപ്പിട പദ്ധതികളെയും അടക്കമുള്ള ക്ഷേമ പദ്ധതികളെ ഗൗരവതരമായി ബാധിച്ചു എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം.
ഇവിടെ പ്ലാൻ സ്റ്റാഗ്നന്റ് ആണ്. പ്ലാൻ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട പ്രൊപ്പോർഷൻ വർദ്ധിക്കുന്നില്ല. അവിടെയാണ് ഉള്ള പ്ലാൻ പോലും കട്ട് ചെയ്യുന്ന രീതി. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ പദ്ധതികൾ കാര്യക്ഷമമായാണ് സർക്കാർ നടത്തുന്നത് എന്ന് മന്ത്രി OR കേളു മറുപടി നൽകി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ചിട്ടില്ല എന്നും തുക കൊടുക്കാതിരിക്കില്ലെന്നും മന്ത്രി KN ബാലഗോപാലും സഭയെ അറിയിച്ചു. മന്ത്രിമാരുടെ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചത്. കേരളം ഉടൻ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു. 10,000-ഓളം പേർ മാത്രമേ ഇനി അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് മാറാൻ ബാക്കിയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉൽപാദനക്ഷമതയും രോഗപ്രതിരോധ ശേഷിയുമുള്ള 359 ഇനങ്ങൾ കാർഷിക സർവകലാശാല കർഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഉജ്ജ്വലമായ സംഭാവനകൾ നൽകാൻ സർവകലാശാലയ്ക്ക് സാധിച്ചതായും മന്ത്രി P. പ്രസാദ്. TI മധുസൂദനൻ MLAയുടെ ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. UGC കരട് മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം 20-ന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. കേരളത്തിൽ ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു ശ്രീമതി ബിന്ദു. പ്രസ്തുത കരട് മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 20-ന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷനിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരുടെ പ്രതിനിധികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ്. വയനാട്ടിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരന്തരമായി കൊല്ലപ്പെടുന്ന മനുഷ്യജീവനുകൾക്ക് സർക്കാർ വില നൽകില്ലെന്ന് ആരോപിച്ചാണ് ഹർത്താൽ. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും. നാളെ ഹൽദ്വാനി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങുകൾ. വനിതകളുടെ 500 മീറ്റർ K4 കാനൻ കയാക്കിംഗിൽ കേരളം ഇന്ന് വെങ്കലം നേടി. നിലവിൽ 12ാം സ്ഥാനത്താണ് കേരളം. സർവീസസ് ആണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. JRD ടാറ്റ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ദക്ഷിണ ചൈന കടലിലെ ആദ്യ ആഴക്കടൽ ബഹിരാകാശ നിലയം നിർമ്മിക്കാനൊരുങ്ങി ചൈന. തന്ത്രപ്രാധാന്യമുള്ള ദക്ഷിണ ചൈന കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് 2000 മീറ്റർ ആഴത്തിലായിരിക്കും കേന്ദ്രം നങ്കൂരമിടുക. ഏറ്റവും ആഴമേറിയതും സങ്കീർണവുമായ ഈ സംരംഭം 2030ഓടെ പ്രവർത്തനക്ഷമമാക്കുകയാണ് ലക്ഷ്യം. ഗാസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം തകർന്നതിനാൽ 2000 കുട്ടികൾക്ക് വൈദ്യ ചികിത്സ നൽകാൻ തയ്യാറാണെന്ന് ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ. എന്നാൽ പലസ്തീനികളെ പുനരധിവസിപ്പിക്കുകയോ കുടിയൊഴിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ലെന്നാണ് ജോർദാന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ പലസ്തീനികളെ ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ജോർദാൻ രാജാവ് നിരസിച്ചതിന് പിന്നാലെയാണ് ജാഫർ ഹസന്റെ പ്രസ്താവന. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 492 പോയിന്റ് നേട്ടത്തിൽ 76,663-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 161 പോയിന്റ് നേട്ടത്തിൽ 23,206-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 7,980 രൂപയും പവന് 63,840 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിനെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ വീണ്ടും അടുത്ത മാസം 3-ന് സമ്മേളിക്കും. ലോക റേഡിയോ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാനുള്ള ശക്തമായ മാധ്യമമാണ് റേഡിയോ എന്ന് പ്രധാനമന്ത്രി. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും. മുന്നേറ്റം തുടർന്ന് സർവീസസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.